ഉണ്ടാട്ടിൻ്റെ ഇന്നത്തെ പേര് മുരുകനാണ്. മലേഷ്യയിലുള്ള ബീറ്റ് കേവ് ഗുഹയ്ക്ക് ഫ്രണ്ടിലുള്ള സുബ്രഹ്മണ്യ പ്രതിമയുടെ അതേ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 326 അടി സമുദ്രനിബന്ധം ഉയരത്തിലുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അവിടുത്തെ അതും ഇതും സെയിം സാധനമാണ്. നമ്മളത് തടിയിൽ ചെയ്യുന്നത്. അത് സിമൻ്റ് ആണെങ്കിൽ നമ്മൾ തടിയിൽ ആവശ്യപ്പോലെ ചെയ്യുന്നുണ്ട്, വെളിയിൽ അയക്കുന്നുണ്ട്, ഓർഡർ തന്നുകൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഇതാണ്. അതിന് നല്ല ഇതാണ്. ഈ വേലം തന്നെ ഊരി മാറ്റാം, പാക്ക് ചെയ്യാൻ കണക്കാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. വേല ഇതിൽ വയ്ക്കാൻ പറ്റും. പിന്നെ ഇത് നല്ല ഒരു ഹാരം, ജെണ്ടുമല്ലി പൂവിൻ്റെ അങ്ങനെ ഒരു ഹാരമാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. സൈഡ് കൊടുത്ത് ഫ്രണ്ടിലും നടുക്കം കൊടുത്തിരിക്കുന്നതാണ്. മാലകളായാലും എല്ലാം നമ്മളതാണ് ചെയ്തിരുന്നത്. റോസാപ്പൂ ഇത് ഇടയ്ക്ക് റോസാപ്പൂ കൊടുത്തിട്ടുണ്ട്. മറ്റേ ജെണ്ടുമല്ലി പൂവിൻ്റെ അത് കണക്കാക്കിയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡ്രസ്സും അതുപോലെ തന്നെ നല്ല ഡ്രസ്സാണ് നമ്മൾ പോലെ അതിലുള്ള അതേ സെയിം കയർ ചെയ്ത് അതിലുള്ള അതേ ഡ്രസ്സാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡ് ഡിസൈൻ അതിൻ്റെ അതേ സാധനം നമ്മളത് കൊടുത്തിട്ടുള്ളത്. എല്ലാം അത് കൊടുത്തത് എല്ലാം നാല് ഡിസൈൻ ഡ്രസ്സ് അതെല്ലാം മാലയായാലും അത് ആ ഫോട്ടോ ഇതുമായിട്ട് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ എന്താണെന്നുള്ളത് ക്ലിയറായിട്ട് നമുക്കറിയാൻ പറ്റും. എല്ലാം ഉണ്ട്. എല്ലാം അതിലെന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾ ഇതിലും തടിയിലും വുഡിലും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് വുഡാണിത്. ലോങ് ലൈഫാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര കൊല്ലം മുടങ്ങി ഇരിക്കാം, കഴുകിയെടുക്കാം. കഴുകിയാലും പ്രശ്നമില്ല. അങ്ങനെയൊക്കെ കിരീടത്തിൻ്റെ പേരില്ല. കിരീടത്തിൻ്റെ ഈ സൈഡിലെന്ന് വെച്ചാൽ ബാക്കിൽ ഇതിനോട് കിരീടത്തിന് ചേർത്തൊരു പിറവുണ്ട്. അല്ലാതെ വെളിയിലൊരു പിറവ് കൊടുത്തിട്ടുണ്ട്. അതിലില്ല. ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ബാക്കും അതുപോലെ തന്നെ ബാക്കും അതിൻ്റേതായ രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാലയും ഡിസൈൻ്റെ ഈ ഈ ബേസ് എന്ന് പറഞ്ഞ ഒരു താമ കണക്കാണ് ഇതിൻ്റെ ഓരോ മുടി നമ്മളങ്ങ് പോരി നല്ല ലയിപ്പിച്ച് അതിൻ്റേതായ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാം ഓരോന്നായിട്ട് 4 സൈഡും കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണെന്നുള്ളത്. ഈ കഴുത്തിൻ്റെ എവിടെയെങ്കിലും പൂവിൻ്റെ മാല അതിൽ പടത്തിൽ എന്തൊക്കെ ഉണ്ട്, അവിടെ എന്തൊക്കെ ഉണ്ട് അതെല്ലാം ഇതിലെല്ലാം നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാരണം എവിടെ വേണം നമുക്ക് ക്ഷേത്രത്തിൽ ഇതിൻ്റെ ഇതിലാകുമ്പോൾ വീടിൽ വയ്ക്കാം, പൂജാമുറിയിൽ വയ്ക്കാം, ഹോട്ടലിൽ റിസപ്ഷനിൽ വയ്ക്കാം. എല്ലാത്തിനും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. നല്ല പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാനും ഒരു ഭംഗിയുണ്ട്. നല്ല കിരീടം എല്ലാം ഇതും അതുപോലെ തന്നെ നമുക്ക് പാക്ക് ചെയ്യാൻ കണക്കാക്കിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പേരിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 24 ഇഞ്ചുണ്ട്. 2 അടിയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അല്ല, പീഠം കൂട്ടാതെ ബേസ് ഉൾപ്പെടെ ആണെങ്കിൽ 27 ഇഞ്ച് അടുപ്പിച്ച് 27 തന്നെ ഇത്രയും ഇതിൻ്റെ ഹൈറ്റ് ഉണ്ട്. വീതി 11 ഇഞ്ച് വീതിയുണ്ട്. പീഠത്തിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരടിയുണ്ട്. താഴത്തെ ബേസ് മാത്രം എന്ന് പറയുന്നത് 2.5 അടി ബേസ് ഉണ്ട്. അത് 13 ഇഞ്ചുണ്ട്. കുഴപ്പമില്ല. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്, മോഡലാണ് അത് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ രീതിയിലുള്ളത് ആർക്കും ഇഷ്ടപ്പെടുന്ന ലോങ് ലൈഫാണ്. പിന്നെ ഈ നാളൊരു സമയത്ത് ഇങ്ങനെ സാധനം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇതനുസരിച്ച് അങ്ങോട്ട് ഏത് സാധനം കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാൻ ആളില്ല. പിന്നെ നമ്മളെ പോലെയുള്ളവർ കുറച്ച് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നാലും അത് ഒരു അസറ്റാണ് വാങ്ങുന്നവർക്ക്.
Echo God.